Welcome to Garam Masala, the magic spices of cooking. നോർത്ത് മലബാർ ഇൻസ്റ്റന്റ് ദോശ. ഇനി നമുക്ക് മലബാർ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് ദോശ തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി നമുക്ക് 1.5 കപ്പ് ജീരകശാല റൈസ് അല്ലെങ്കിൽ പച്ചരി ഇവ ഏതെങ്കിലും എടുക്കാം. ഇതിനെ നമുക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം കുതിർത്തിയെടുക്കാൻ. അടുത്തതായി നമുക്ക് 1/2 കപ്പ് വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് എടുക്കാം. ഇനി 1/4 കപ്പ് തേങ്ങ എടുക്കാം. നമുക്കിനി ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി കുതിർത്തി വെച്ചിട്ടുള്ള റൈസിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള റൈസ്, തേങ്ങ ഇവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ റൈസിന്റെ ലെവലിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം. ഇതിനെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു വെസലിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ദോശയെ ചുട്ടെടുക്കാം. ഇതിനെ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ ദോശ തയ്യാറാക്കിയെടുക്കാം. ഒരു പാലപ്പം പാനോ ദോശ പാനോ ഉപയോഗിച്ച് നമുക്ക് ഈ ദോശയെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പാലപ്പം പാനാണ് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കാം. ഞാൻ നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എണ്ണ തടവുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്കൊന്ന് ചുഴറ്റിയെടുക്കാം. നല്ല തിൻ ദോശയായി വരണം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ദോശ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മലബാർ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് ദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ വെജിറ്റബിൾ കറികളുടെ കൂടെയോ നോൺ വെജിറ്റേറിയൻ കറികളുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.